നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ നമ്മൾ ഇങ്ങനെ വളം ചെയ്താൽ ഇരട്ടി ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. കഴിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. ആദ്യമായിട്ട് ഈ ചുവട്ടിൽ നിന്ന് ഏകദേശം 1.5 അടി മാറ്റി വട്ടത്തിൽ ഒരു തടമൊക്കെ എടുത്ത് അതിനുശേഷം റംബൂട്ടാൻ വാങ്ങിക്കുമ്പോൾ നല്ല നഴ്സറിയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിക്കണം. നടുമ്പോൾ സൂര്യപ്രകാശവും ഗുണനിലവാരമുള്ള റംബൂട്ടാൻ നോക്കി വാങ്ങിക്കണം. നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് നടാവൂ. ഇത് ആദ്യം വെള്ളക്കെട്ട് നിന്നാൽ ഇത് പെട്ടെന്ന് വേരിന് ക്ഷതം സംഭവിക്കുക, അങ്ങനെ റംബൂട്ടാൻ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നിരവധി ആരോഗ്യമുള്ള റംബൂട്ടാൻ നല്ല ടേസ്റ്റുള്ളതിന് ഇത് ചുവട്ടിൽ നിന്ന് 2 അടി ദൂരെ വിസ്താരത്തിൽ തടം മാന്തി അടുക്കള വേസ്റ്റ്, കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും, ഉള്ളിത്തോലും, വെളുത്തുള്ളിത്തോലും, പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഇതിൻ്റെ ചുവട്ടിലോട്ട് കൊണ്ടൊഴിക്കുക. ഒഴിച്ചതിന് ശേഷം ചുറ്റുപാടുമുള്ള കളകളായാലും ഈ കപ്പയുടെ ഇലകളായാലും ഉണക്കക്കരിയിലെല്ലാം കൂടെ ഇതിനെ വാരി ചുവട്ടിയിട്ടതിന് ശേഷം ചാമ്പൽ നല്ല രീതിയിൽ വിതറിയതിന് ശേഷം ഉണക്ക ചാണകപ്പൊടിയും കൂടെ ഇതിന് മുകളിൽ കൂടെ ഇട്ടാൽ നല്ല രീതിയിൽ വേര് പിടിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ചുറ്റുപാടുമുള്ള കളകളെല്ലാം ഇതിൻ്റെ മണ്ണിനടിയിലാവുകയും ചെയ്യും. അത് റംബൂട്ടാനെ നല്ല രീതിയിൽ വളരുവാനുള്ള നൈട്രജൻ കണ്ടന്റ് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നല്ല രീതിയിൽ മണ്ണ് അടുപ്പിച്ചിട്ടാൽ നല്ല രീതിയിൽ റംബൂട്ടാൻ കായ്ച്ച് നമുക്ക് അതിൻ്റെ കളർ ചുവപ്പാകുമ്പോൾ പഴുക്കുമ്പോൾ നമുക്ക് പറിച്ച് തിന്നുകയും ചെയ്യും. ഇത് 3 അടി ആകുമ്പോൾ തന്നെ പ്രൂൺ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ശിഖരങ്ങൾ മുറിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ റംബൂട്ടാൻ പെട്ടെന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം. പ്രൂൺ ചെയ്യാതിരുന്നാൽ അത് കോല് പോലെ മുകളിലോട്ട് വളരുകയും ചെയ്യും. പിന്നെ പറിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. കൂടെ ശിഖരങ്ങളിങ്ങനെ ഒടിച്ചു കൊടുത്താൽ നമുക്ക് കയ്യെത്തക്ക രീതിയിൽ തന്നെ ഇത് റംബൂട്ടാൻ പറിച്ചെടുക്കുകയും ചെയ്യാം. നാടൻ തൈകൾ മേടിച്ച് വാങ്ങിക്കുമ്പോൾ കോല് പോലെ മുകളിലോട്ട് പോവുകയും ചെയ്യും. അത് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾ വാങ്ങിച്ചാൽ അധികം പൊക്കത്തിൽ പോകത്തില്ല. അതുകൊണ്ട് ഹൈബ്രിഡ് നല്ല ഇനം വാങ്ങിച്ച് വെക്കുവാൻ ശ്രമിക്കുക. ഓരോ വീട്ടിലും ഇതുപോലുള്ള റംബൂട്ടാനുകൾ, ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക. കടകളിൽ പോയി മേടിക്കുമ്പോൾ അതിൻ്റെ വിഷാംശം കലർന്ന റംബൂട്ടാനാണ് പുറത്തുകളിൽ നിന്ന് വരുന്നത്. ഈ രീതിയിൽ റംബൂട്ടാനായാലും മറ്റ് ചെടികളായാലും വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വളം ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് റംബൂട്ടാൻ പറിച്ചെടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി. നിങ്ങൾക്കും ഇതൊരു പ്രയോജനമായി തീരട്ടെ എന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.